ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് എൻ്റെ കസിൻ ബ്രദറിൻ്റെ മാരേജ് ആണ്. അതിന് പോകുവാണ്. അവരൊക്കെ തൊടുപുഴയിലാണ് താമസിക്കുന്നത്. കല്യാണം കഴിക്കുന്ന പെങ്കൊച്ചിൻ്റെ വീട് കട്ടപ്പനയ്ക്കടുത്ത് പാമ്പാടുംപാറ എന്ന ഭാഗത്താണ്. അപ്പോൾ ഇവിടെ വെച്ചാണ് കല്യാണം. അപ്പോൾ ഞങ്ങൾ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. എന്നത്തേം പോലെ ലേറ്റായിട്ടാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത്. അവരവിടെ നിന്ന് 5 മണിക്ക് പോന്നു. 10-നും 10:30-ക്കും ഇടയിലാണ് കല്യാണം. തൂക്കുപാലത്ത് സെൻറ്റ് ആൻ്റണീസ് ചർച്ച് പാരിഷ് ഹാളിലാണ് കല്യാണം നടക്കുന്നത്. ഞങ്ങളിപ്പോൾ തൂക്കുപാലം എത്തി. അന്നേരം കറക്റ്റായിട്ടൊരു ബ്ലോക്ക് കിട്ടിയിട്ടോ. അവിടെ ഇന്ന് ചന്തയുള്ള ദിവസമാണ്, ഞായറാഴ്ച ദിവസം. റോഡിൻ്റെ ഇരുവശത്തും എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അതും കൂടി ആയപ്പോഴാണ് ഇത്രയ്ക്ക് ബ്ലോക്ക് പോലെ വന്നത്. വലിയ ബ്ലോക്കൊന്നും അല്ല, എന്നാലും വണ്ടി പോകാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് കയറി പോവുകയാണേ. ഞങ്ങൾ ചെന്നപ്പോഴേക്കും കെട്ടൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ. കുറച്ച് അധികം ലേറ്റായിപ്പോയി. കട്ടപ്പനയിൽ നിന്നും ഒരു 15 കിലോമീറ്റർ മാറിയാണ് ഈ തൂക്കുപാലം എന്ന സ്ഥലം വരുന്നത്. തൊടുപുഴയിൽ നിന്നും കുറച്ച് പേരായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്ര നേരത്തെയൊക്കെ പോകുന്നതല്ലേ, അപ്പോൾ കുറച്ച് പേര് മാത്രമേ പോകുന്നുള്ളൂ. വൈകിട്ട് തൊടുപുഴയിൽ റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ അതിനാണ് കൂടുതൽ ആൾക്കാരും വരുന്നത്. ഹേമന്ത് എന്നാണ് പയ്യൻ്റെ പേര്, പെങ്കൊച്ചിൻ്റെ പേര് വിനീത. ഇതാണ് അവരുടെ ഫാമിലി. അതാണ് കേട്ടോ എൻ്റെ അമ്മയുടെ ആങ്ങള. ഇവരെല്ലാവരും എൻ്റെ അമ്മയുടെ കസിൻ ബ്രദേഴ്സും അവരുടെ വൈഫും കൊച്ചമ്മമാരും അങ്ങനെ എല്ലാവരും ആണ് കേട്ടോ. എല്ലാവരും എൻ്റെ അമ്മാവനും അമ്മായിമാരും ഒക്കെയാണ്. ഒത്തിരി വീഡിയോസൊന്നും ഞാൻ അവിടെ വെച്ച് എടുത്തില്ല കേട്ടോ. കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തുള്ളൂ. ഫോട്ടോ സെക്ഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെൻ്റെ അമ്മയുടെ അമ്മായിയാണ്, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ പെങ്ങള്, കൂടെയുള്ളത് അമ്മാവനും. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ കയറി കേട്ടോ. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് ഹേമന്തിൻ്റെ അച്ഛൻ്റെ അനിയനാണ്. കൊച്ചച്ഛനും ഫാമിലിയാണ്. ഇവരെല്ലാം ഒരു ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു, ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ. എൻ്റെ ചേച്ചിയൊന്നും വന്നില്ല, കൊച്ചിന് വയ്യാത്തത് കൊണ്ട് പിന്നെ പോകുന്നില്ല. വെളുപ്പിന് 5 മണിക്കും പോരണമായിരുന്നല്ലോ. 4 മണിക്കൂറോളം ട്രാവലിംഗ് ഉണ്ട് തൊടുപുഴയിൽ നിന്ന് തൂക്കുപാലം വരെ വരാനായിട്ട്. ചേച്ചിയൊക്കെ എൻഗേജ്മെൻറ്റിന് വന്നിരുന്നു. ഒരു തവണ ഞാൻ വീഡിയോ ഇട്ടിരുന്നു ചേച്ചിയൊക്കെ കട്ടപ്പന വന്നത്. അത് ഹേമന്തിൻ്റെ എൻഗേജ്മെൻറ്റിനായിരുന്നു വന്നിരുന്നത്. ഇനി അവരെല്ലാവരും വൈകുന്നേരം ഫംഗ്ഷൻ ഉണ്ട്, അങ്ങോട്ടാണ് വരുന്നത്. ഞങ്ങൾ തൊടുപുഴയ്ക്ക് ഇനി പോകുന്നില്ല. കല്യാണം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇതെൻ്റെ അമ്മയുടെ കൊച്ചമ്മയാണ് കേട്ടോ, ഹേമന്തിൻ്റെ മുത്തശ്ശി. എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കാണാൻ പറ്റി. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എല്ലാവരും കാണുന്നത്. ഇത് കണ്ട എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയില്ലേ കാണാനൊക്കെ ആയിട്ട്. ഒരു ചേട്ടൻ പാട്ട് പാടുമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ആ ചേട്ടൻ പാടുന്നത് കേൾക്കാനായിട്ട്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. ആള് ഹേമന്തിൻ്റെ ഫ്രണ്ടാണ്, അമൽ എന്ന പേര്. ഞാനും അമലും ഒന്നിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ വെച്ച് കണ്ടപ്പം പരിചയം ഒന്നും കൂടെ ഒന്ന് പുതുക്കി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. ഇത് സിനിയമ്മായി, മോള്, എല്ലാവരും ഒന്നിച്ചൊക്കെയാണ് കേട്ടോ ഇരുന്നത്. ഇത് സദ്യയൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുക. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒത്തിരി രാവിലെയാണ് ഫുഡ് കഴിച്ചത്. ഒരു 11:30 ആയപ്പോഴേക്കും സദ്യ വിളമ്പി തുടങ്ങി. 10-നും 10:30-ക്കും ഇടയിലായിരുന്നു കല്യാണം. 11 മണിയൊക്കെ ആയപ്പോഴേക്കും സദ്യ വിളമ്പി തുടങ്ങി. ഇവർക്ക് പെണ്ണിനും ചെറുക്കനും 4 മണിക്ക് മുന്നേ വീട്ടിൽ കയറണമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു 12-നും 12:30-ക്കും ഒക്കെ ഇടയിൽ ഇറങ്ങിയാലേ തൊടുപുഴയിൽ 4 മണിക്കൊക്കെ മുന്നേ എത്തത്തുള്ളൂ. അതുകൊണ്ട് ഫംഗ്ഷനെല്ലാം പെട്ടെന്ന് നടന്നു കേട്ടോ. അപ്പം ഒരു 11:30 ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചു. അമ്മയുടെ കൊച്ചച്ഛനെയും കൊച്ചമ്മമാരെയും കസിൻസിനെയും ഒക്കെ കണ്ടപ്പോൾ ശരിക്കും അമ്മേനെ മിസ് ചെയ്തു കേട്ടോ. ഇനിയിപ്പോൾ സദ്യയൊക്കെ കഴിക്കട്ടെ. ചോറും കൂടെ വിളമ്പിയിട്ടുണ്ട്. ഹേമന്തൊക്കെ പോകാനായിട്ട് ഇറങ്ങുവാണ്. ഒരു 12:15 ആയപ്പോഴേക്കും അവരിറങ്ങി. ഇപ്പോൾ ഇറങ്ങിയാലേ നേരത്തെ ചെല്ലത്തുള്ളൂ. അപ്പോൾ അവരെല്ലാവരും ഇറങ്ങുക. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഇവരൊക്കെ എൻ്റെ അമ്മാവനും അമ്മായിമാരും ഒക്കെയാണ്. പക്ഷേ ഞങ്ങൾ ചേട്ടാ ചേച്ചി എന്നൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത്. എല്ലാവരും ഫോട്ടോയൊക്കെ എടുക്കും അവിടെ നിന്ന്. നല്ലൊരു ലൊക്കേഷനായിരുന്നു. പിന്നെ ഞങ്ങളും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഇത് അവർ പോകാനായിട്ട് ഇറങ്ങുക. എല്ലാവരും പെട്ടെന്ന് ഇറങ്ങാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു കേട്ടോ. ഇത് മീനു ചേച്ചി, എൻ്റെ അമ്മായിയാണ്. ആൾക്ക് ഞാൻ യൂട്യൂബിലെ ലിങ്കൊന്നും അയച്ചു കൊടുത്തില്ലായിരുന്നു, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ ആൾ പറഞ്ഞു. എല്ലാവരും ഇറങ്ങി തുടങ്ങി. ടൂറിസ്റ്റ് ബസ് താഴെയായിരുന്നു കേട്ടോ കിടന്നിരുന്നത്. അപ്പം കുറച്ച് പേരൊക്കെ താഴേക്ക് പോയി. കാറ് മാത്രമേ മേളിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ.
ശരിക്കും ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു നിമിഷമായിരിക്കും അല്ലേ? സന്തോഷവും വിഷമവും എല്ലാം കൂടെ ഉള്ളൊരു നിമിഷമായിരിക്കും അല്ലേ നമ്മൾ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവുക എന്ന് പറയുന്നത്. നമ്മുടെ അച്ഛനെയും അമ്മേനെയും കൂടപ്പിറപ്പുമാരെയൊക്കെ വിട്ട്. പിന്നെ കുറച്ച് ദിവസത്തേക്കുള്ളൊരു വിഷമമേ ഉള്ളൂ. പിന്നെ നമ്മൾ അങ്ങ് സെറ്റ് ആവുമല്ലോ എല്ലാവരുമായിട്ട്. പിന്നെ ഇപ്പോൾ എപ്പോൾ വേണേലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് വരാം, പോകാം. എത്ര ദൂരെയാണേലും നമുക്ക് പെട്ടെന്ന് പോകണമെന്ന് തോന്നിയാൽ പോകാം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ. പിന്നെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോരുവാണേ. നല്ല വെയിലാണ് കേട്ടോ. ഒരു 12:30 കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി.